അപ്പോൾ ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കൂൺ മസാല ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൂണ് 200 ഗ്രാം കൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള കൂണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിലെ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന കൂണാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മസാല റെഡിയാക്കാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മസാലയ്ക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉള്ളി ചേർക്കണം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവോളയാണ് വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് സവോള യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് പക്ഷെ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. അപ്പം അത് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ ഒരു മസാലയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ശ്രമിക്കണം. അപ്പം നന്നായിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് ചേർത്തിട്ട് ഇനി ഒന്നൊന്ന് അങ്ങ് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും കൂടി ചേർത്തിട്ട് മസാലയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്താണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നമ്മുടെ മസാലയിലോട്ട് അങ്ങ് ചേരണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഉള്ളിയിലേക്കൊക്കെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി കാണാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂണൂടെ ചേർത്ത് കൊടുക്കാം. കൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാം കൂണിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂണിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിപ്പോൾ നമുക്ക് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ കൂണൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്.
അപ്പോൾ ഇതൊരു മസാല രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു അരമുറി ക്യാപ്സിക്കം അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടെ ചേർത്തിട്ട് നമുക്കൊന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ക്യാപ്സിക്കവും അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. അങ്ങനെ അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കറിവേപ്പിലയുടെയൊക്കെ ഒരു ടേസ്റ്റ് അതിലേക്ക് ഒന്നങ്ങ് ഇറങ്ങി വരും. അങ്ങനെ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.